നമസ്കാരം, എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ. ഞാൻ ഇന്ന് നവരാത്രി സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത്, കപ്പ കേസരി. അതിനായി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ പച്ചക്കപ്പ 2.5 കപ്പ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര 2.5 കപ്പ്, പാൽ 1 കപ്പ്, റവ 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പാചകം ചെയ്യണമെന്ന് നോക്കാം. അതിനായി കപ്പ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുവിലത്തെ ഭാഗം, അതായത് അവിടെ നാരുള്ള സ്ഥലമാണ്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഒരു സ്ലൈസർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ബീട്രൂട്ട് സ്ക്വാഷും ബീട്രൂട്ട് ഹൽവയും ഉണ്ടാക്കാൻ നമ്മൾ പെട്ടെന്ന് തന്നെ സ്ലൈസ് ചെയ്ത പോലെ നമുക്ക് ഇതും സ്ലൈസ് ചെയ്യാം. അങ്ങനെ എല്ലാം സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. വേവിക്കാതെ ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഇത് പാനിലിട്ടിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം. തന്നെയല്ല, ഇത് ഇളക്കണ സമയത്ത് നമ്മുടെ കൈമയ്ക്ക് അത് പൊട്ടിത്തെറിക്കും. അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഞാൻ പിന്നെ ഇത് വേവിച്ച് ആക്കാമെന്ന് തീരുമാനിച്ചത്. അതിപ്പോൾ വേവിക്കുന്നത് 2 രീതിയിലാക്കാം. നമുക്ക് കുക്കറിലിട്ടിട്ടും ആക്കാം, അതുപോലെ തന്നെ പാത്രത്തിലിട്ടിട്ടും ആക്കാം. ഇതിൽ രണ്ടിലും ഉള്ള ഒരു ബുദ്ധിമുട്ടും ഞാൻ പറഞ്ഞു തരാം. അതായത് ബുദ്ധിമുട്ടല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പെട്ടെന്ന് സ്ലൈസ് ചെയ്തുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണം നമ്മൾ ഇടുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കണം. അതായത് 1/4 ഭാഗമാണ് പാത്രത്തിൻ്റെ എങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. അതുപോലെ തന്നെ ഈ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് വെള്ളം ഒഴിച്ച സമയത്ത് അപ്പം തന്നെ നമ്മൾ അടയ്ക്കാതെ അതൊന്ന് തിളയ്ക്കാൻ വരെ അടയ്ക്കാതിരിക്കുക. ശേഷം തിളച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ അടച്ചു വെച്ചിട്ട് 1 വിസിലിന് വെന്ത് ആവി പോയ വഴി തന്നെ നമ്മളത് തുറന്ന് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഇത് ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വെച്ചാണ് ഞാൻ ഇത്രയ്ക്കും വിശദമായിട്ട് പറയണത്. അതുപോലെ വേറെ വല്ല പാത്രത്തിലാണ് ഇതുപോലെ വേവിക്കാൻ വെക്കണതെങ്കിൽ അതും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 1 വിസിൽ വന്നിട്ട് ഞാൻ ഇറക്കി വെച്ചതാണ്. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പുമ്പോൾ തന്നെ വെക്കരുത്, ഇറക്കി വെക്കണം. അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഒഴിക്കണം. വലിയ അരിപ്പയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ അരിപ്പയാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് ഒഴിച്ച് ചെയ്യണം. ഇനി ഇതിൽ ഏറ്റവും സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ അരിപ്പിൻ്റെ കടക്കിൽ കൊണ്ടുവച്ചിട്ട് ഇതിലേക്ക് വെള്ളം തുറന്നു വിട്ട് അതിലെ ചൂടൊക്കെ കളയണതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇവിടെ വെച്ചിട്ട് ഇത് കാണിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറ്റണം. അതായത് നമുക്കത് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആക്കി മാറ്റണം. അരിപ്പായതുകൊണ്ട് കപ്പയൊന്നും അതിൽ കൂടെ പോവില്ല, അതിൻ്റെ വെള്ളം മാത്രമേ പോവുള്ളൂ. അപ്പോൾ അതിലെ കട്ടൊക്കെ അത് കാരണം പോയി കിട്ടും. നമുക്കതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി അതിലത്തെ ചൂടൊക്കെ പോയതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റണം. സിമ്പിളാക്കി പറഞ്ഞാൽ കപ്പ വേവിച്ച് കഴിഞ്ഞിട്ട് ഒരു അരിപ്പേരിക്കിട്ട് പൈപ്പിൻ്റെ കടക്കിൽ കൊണ്ടുവച്ച് വെള്ളം തുറന്നു വിട്ട് അത് ചൂടാറിയതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ അളവ് ഞാൻ പറയണില്ല, നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. അതൊന്ന് ചെറിയ കളർ മാറുന്ന സമയത്ത് നമുക്ക് മുന്തിരി ആഡ് ചെയ്യാം.
അണ്ടിപ്പരിപ്പ് അങ്ങനെ കളർ മാറി വന്നു തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് മുന്തിരി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് റവ ആഡ് ചെയ്ത് വറുത്തെടുക്കേണ്ടതുണ്ട്. റവ ബ്രൗൺ കളറൊന്നും ആവണ്ട, എങ്കിലും ഈ നെയ്യിലൊക്കെ കിടന്ന് നന്നായിട്ടൊരു മണം വരും. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. നെയ്യ് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയും ആഡ് ചെയ്യാം. റവ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ച പാല് ആഡ് ചെയ്യാം. പാല് എപ്പോഴും ചെറിയ ചൂടുകളിൽ ഒഴിക്കുന്നതാണ് നല്ലത്. തണുത്ത പാലാകുമ്പോൾ റവ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടയാവാതെ നമ്മൾ പാല് ഒഴിക്കാതെ പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊണ്ടേ ഇരിക്കാം. ഇനി തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കണമെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുന്നതാവും നല്ലത്. ഇനി പാലൊന്നും ഇല്ലെങ്കിൽ തന്നെ ആയാലും ഒരു ഗ്ലാസ് തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇതിലിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് എന്ന കണക്കിന് പകരം 1.5 ആയാലും കുഴപ്പമില്ല, നമുക്കത് വറ്റിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇളക്കാനും അതുപോലെ തന്നെ ഇത് കട്ട കുത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒന്ന് ശ്രദ്ധിച്ച് ഒഴിക്കണം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറഞ്ഞു അല്ലെങ്കിൽ വെള്ളം കറക്റ്റ് ഒഴിച്ചു പക്ഷെ അത് ഇളക്കണ സമയത്ത് കട്ടയായെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് അങ്ങനെ ആവരുത്, കറക്റ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. അതിന് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ അപ്പം തന്നെ തീ ഓഫ് ചെയ്തിടുക. അത് കട്ടായി കഴിഞ്ഞാൽ നമുക്കിത് ഒന്നിനും പറ്റില്ല. അപ്പോൾ നമുക്ക് ആ സമയം തന്നെ തീ ഓഫ് ചെയ്തിട്ടിട്ട് ചൂടാറ്റണം. ചൂടാറിയതിന് ശേഷം അത് നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആ കട്ടയൊക്കെ ഉടഞ്ഞ് കറക്റ്റാക്കി കിട്ടും. ഇങ്ങനെ ജാറിലിട്ട് അരച്ച് ചെയ്യുമ്പോൾ ഈ കേസരിക്ക് നല്ലൊരു സോഫ്റ്റ് തന്നെ കിട്ടും. പക്ഷേ എങ്കിലും ഇതിലെ നെയ്യ് നമുക്ക് മണത്തിരി നഷ്ടപ്പെടും. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഇത്തിരി നെയ്യ് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കപ്പ ആഡ് ചെയ്യാം. കപ്പ നമ്മൾ പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. എങ്കിലും അതിൽ സ്വല്പം വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതിലിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അധികം വെന്ത കപ്പ ആയതുകൊണ്ട് അധികം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം വറ്റണ ഒരു സമയം മാത്രം നമുക്ക് ഇതിന് മതി. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര നമുക്ക് ഒരു പ്രാവശ്യം ഇടാതെ പല വട്ടമായിട്ട് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യണം. മധുരത്തിൻ്റെ ലെവൽ കറക്റ്റ് ആക്കാനാണ് ഇത് ചെയ്യുന്നത്. ഒരു 1/4 സ്പൂണ് ഉപ്പോളം ആഡ് ചെയ്യാം. ഇനി നന്നായി ഇളക്കി നമുക്കൊന്ന് കട്ടയാക്കി എടുക്കാം. കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്യാം.
അവസാനം ഈ സമയത്ത് നെയ്യ് ആഡ് ചെയ്യണത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതൽ കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നെയ്യിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഉരുക്കിയ നെയ്യാണ് ഞാൻ ഇതിലേക്ക് മൊത്തമായിട്ട് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. സ്വല്പം നെയ്യ് നമ്മൾ മാറ്റി വെക്കണം, ഒരു സ്പൂണോളം. അത് നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണ സമയത്ത് അതിൽ നെയ്യ് പറ്റിയിട്ട് വേണം നമുക്കിത് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് യെല്ലോ ഫുഡ് കളറ് വെള്ളത്തിൽ ചാലിച്ച് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്ര നല്ലതല്ല ചെയ്യണത്, പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കപ്പൊടി 1 സ്പൂണ് ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ഏലക്കപ്പൊടിയല്ല ആഡ് ചെയ്യണത്, വാനില എസൻസ് ആണ്. കാരണം ഈ വെക്കേഷനിൽ ലീവിന് മോള് വരുന്നുണ്ട്, അവൾക്ക് ഏലക്കയുടെ മണം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ആണ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാനില എസൻസ് ഒഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതായാലും ചേർക്കാം. വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ 1/2 സ്പൂണ് ചേർത്താൽ മതി. കേസരി അങ്ങനെ റെഡിയായി തുടങ്ങി. നമുക്കിതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആഡ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കാൻ പറ്റണില്ല, കണ്ടു, ഇതിലിങ്ങനെ വിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൽ ഇളക്കാൻ പറ്റാതെ കയ്യിലുമ്പോൾ ഇങ്ങനെ വിട്ട് പോരുന്നത്. അത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റേണ്ടതുണ്ട്. സെർവിങ് ഡിഷിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിൽ സ്വല്പം നെയ്യ് തടവിയിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു ഷേപ്പിൽ, ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് കറക്റ്റ് ഇതായെങ്കിൽ മാത്രമാണ് അങ്ങനെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയുള്ളൊരു പാത്രത്തിൽ ഇട്ടിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഭംഗിക്ക് വേണ്ടി അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നവരാത്രി ആശംസകൾ.